ഇബ്നുൽ ഹുമാം. ഹുമാം എന്ന ബാപ്പാന്റെ മോനായ സയ്യിദുന ഉമൈർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന്റെ ഇടയിലെ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയാണ്, പ്രിയപ്പെട്ട സ്വഹാബ, നിങ്ങൾ പടക്കളത്തിൽ മരിച്ചാൽ സ്വർഗത്തിലെ ഹൂറുൽ ഐനുകൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ പടക്കളത്തിൽ മരിച്ചാൽ, യുദ്ധക്കളത്തിൽ ഷഹീദായാൽ റഹ്മത്തിന്റെ മലക്കുകൾ നിങ്ങളെ റൂഹിനെങ്ങനെ വാരിയെടുത്തിട്ട് സ്വർഗത്തിലേക്ക് ഇല്ലിയീനിലേക്ക് കൊണ്ടുപോകാൻ മലായിക്കത്ത് റെഡിയാണ്. അതുകൊണ്ട് وسارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض أعدت للمتقين. റസൂലുള്ളാഹി അങ്ങനെ പറയാ, സ്വഹാബത്തിനോട് പറയാ, ആകാശങ്ങളെക്കാളും ഭൂമികളെക്കാളും വിശാലമായ സ്വർഗം നിങ്ങൾക്കതാ, സ്വർഗം നിങ്ങൾക്കുണ്ട്. ഇനി അഥവാ ജീവനോടെ മടങ്ങിയാലോ, ജീവനോടെ നിങ്ങൾ മടങ്ങിയാലും നിങ്ങൾക്ക് മോശമൊന്നുമില്ല. അതുകൊണ്ട് അള്ളാന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് പറയുമ്പോ അതാ സയ്യിദുന ഉമൈർ റളിയല്ലാഹു അൻഹു, അവരെ വാപ്പാന്റെ പേരെന്താണ്? ഹുമാം. സയ്യിദുന ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരിന്റെ സംഭവം എന്താണെന്നറിയോ? അരുളി മുത്ത് മുസ്തഫ സുവർഗമിൽ നെയ്മുകൾ അഹദവന്റെ ഹക്ക് കൊണ്ട് സത്യം വീരുത്തലായി ഉരത്തുദൈഹിമമ് മൈന്ദരാം ഉമൈറാദണ്ടവർ ഓർത്തു കേട്ടാതുക്കുടൻ ബഹിൻ ബഹിൻ എന്തോ ദിനാർ. സ്വർഗം ഉറപ്പാണ്, സ്വർഗത്തിലെ ഹൂറികൾ നിങ്ങളെ കാത്തിരിക്കുക എന്നൊക്കെ അങ്ങനെ പറഞ്ഞപ്പോ ഈ സ്വഹാബി, ഏത് സ്വഹാബി? ഉമൈർ റളിയല്ലാഹു അൻഹു. ഹുമാം എന്ന ബാപ്പാടെ പേര്. ഹുമാം എന്ന ബാപ്പാന്റെ മോൻ സയ്യിദുന ഉമൈർ റളിയല്ലാഹു അൻഹു ഒരു തോൽ സഞ്ചി, ബാഗ് തൂക്കിടും പോലെ ഒരു തോൽ സഞ്ചി തൂക്കിയിട്ടിട്ട് അതിൽ ഈത്തപ്പഴണ്ട് കുറച്ച്. ആ ഈന്തപ്പഴം എടുത്തിട്ട് ഇങ്ങനെ വായിലേക്ക് ഇടുകയാണ്. അപ്പോഴാ റസൂലുള്ളാഹി പറയുന്നത്, എന്ത് 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 ദാ സ്വർഗം നിങ്ങളെ കാത്തിരിക്കുക എന്ന് പറയുമ്പോ അതാ ഒറ്റ ചാട്ടം, ആവേശം കൊണ്ട് ഒരു ചാട്ടം ചാടുന്നു, മേപ്പെട്ടൊരു തുള്ളലും. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, മോനെ ഉമൈറേ, അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ തുള്ളരുത് എന്നറിയില്ലേ? അപ്പൊ പറയാണ് ഉമൈർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അറിയാതെ തുള്ളിപ്പോയതാണ് നബിയേ. കരുണരാം ഹബീബരബി കൗനി മിൻ അഹ്ലിഹാ കമലമില്ലാവസ്കവയ്യേ ഞാൻ ചുമന്തതില്ലവേ. യാ റസൂലല്ലാഹ്, സ്വർഗത്തിനെ പറ്റി തങ്ങള് പറഞ്ഞപ്പോ ഞാൻ ഈ പടക്കളത്തിന് ഷഹീദാകണം എന്ന് കൊതിച്ച ഒരാളാണ്. ഇവിടെ ഷഹീദായിട്ട് നാളെ സ്വർഗത്തിലെ വലിയ പദവി, എല്ലാരെ പദവി ഒരുപോലെ ആവൂല. ശുഹദാക്കളെ പദവിക്ക് ലിമിറ്റില്ല, പറയാൻ ടൈമില്ല. സുഹൃത്തുക്കളെ, ആ സ്വർഗത്തിന്റെ ഒരു മൂലയെങ്കിലും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ആ ശുഹദാക്കളെ പദവിയൊന്നും ഞമ്മക്ക് കിട്ടൂല, ഉറപ്പല്ലേ. ബദരീങ്ങൾ അടുത്ത് എത്തണം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് പറയാനുണ്ട്, സ്വർഗത്തിനെ പറ്റി പറയാനുണ്ട്. സയ്യിദുനാ ഉമൈർ റളിയല്ലാഹു അൻഹു ചെയ്ത് റസൂലുള്ളാഹിനോട് പറയാണ്, യാ നബിയേ, നബിയല്ലാഹ്, എനിക്ക് സ്വർഗത്തിനെ പറ്റി ചിന്തിച്ചപ്പോ താല്പര്യം തോന്നിയപ്പോ ആവേശം കൊണ്ട് അറിയാതെ ചാടിപ്പോയതാണ്, മാപ്പാക്കണേ തങ്ങളെ. റസൂലുള്ളാഹി അങ്ങനെ ശപിക്കുന്ന ആളല്ല. റസൂലുള്ളാഹി പറയാണ്, മോനെ ഉമൈറേ, നിങ്ങൾ സ്വർഗാവകാശിയാണ്. ഷഹീദായിട്ട്, ബദറിന്റെ പടക്കളത്തിൽ ഷഹീദായിട്ട് നിങ്ങൾ സ്വർഗാവകാശിയാകാൻ പോകുന്ന, ശുഹദാക്കളെ പദവി കിട്ടാൻ പോകുന്നയാളാണെന്ന് പറയുമ്പോ അതാ വായിൽ ഇങ്ങനെ ഈത്തപ്പഴം ചവച്ചുകൊണ്ടിരിക്കുകയാണ്. വായിലൂടെ അങ്ങനെ കടിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈത്തപ്പഴം വേറെ ഭക്ഷണമൊന്നും അല്ല. ആ ഈത്തപ്പഴം മുഴുവനും വായിൽ നിന്ന് വാരിയെടുത്ത് തുപ്പിയിട്ട് ഈ തോൽ സഞ്ചി അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് പടക്കളത്തിലേക്ക് ചെന്നിട്ട് കുറെ നേരം ഈ യുദ്ധം ചെയ്യുന്നു. സയ്യിദുനാ ഉമൈർ ഇബ്നുൽ ഹുമാം കണ്ടോ, കമ്പമിട്ട് കാഫിരിങ്ങളിൽ അടൽ പോരുതലായി കൽബകത്താവർണവാ അതപ്പടി ഷഹീദായി
അവര് ഖൽബിൽ വിചാരിച്ച മാതിരി തന്നെ ഷഹീദാകുകയാണ്. ഇപ്പൊ പറഞ്ഞ ഷഹീദിന്റെ പേരെന്താണ്? ഉമൈർ റളിയല്ലാഹു അൻഹു. അവരെ പേര് ആദരവോടുകൂടി പറഞ്ഞാൽ, അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതിയാൽ എത്ര സ്ഥലത്ത് നിന്നാണ് നമ്മളൊക്കെ രക്ഷപ്പെട്ടത്. ഇപ്പൊ കുടുങ്ങുമെന്ന് വിചാരിച്ച സ്ഥലത്ത് വെച്ച് രക്ഷപ്പെട്ട അനുഭവങ്ങൾ ധാരാളം എനിക്ക് തന്നെ പറയാനുണ്ട്. യാ അല്ലാഹ്, ഞങ്ങൾക്ക് ദുനിയാവിൽ മാത്രം രക്ഷ കിട്ടിയാ പോരാ, മഹാന്മാരായ ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട്, അവരെ ശഫാഅത്ത് കൊണ്ട്, അവരെ പാടിപ്പറഞ്ഞതിന്റെ ബറക്കത്ത് കൊണ്ട് ആഖിറത്തിൽ അവരെ പൊരുത്തം കിട്ടിയിട്ട് അവരെ കൂടെ സ്വർഗത്തിൽ കൂടണം, ഖാദിമീങ്ങളാകാൻ റമദാനിന്റെ ഈ രാത്രിയിലെ ഈ മജ്ലിസ് ഒരു കാരണമായി ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണം അല്ലാഹ്, ഖബൂൽ ചെയ്യണം അല്ലാഹ്. എന്റെ ഇടത്തെ കാലിന്റെ തള്ളവിരൽ ഒരു സർജറി കഴിഞ്ഞു. ഒരാഴ്ച കൊണ്ട് മുറിവ് സുഖമാകും എന്ന് പറഞ്ഞു, മാറിയില്ല. 2 ആഴ്ച കൊണ്ട് സുഖമായില്ല, 3 ആഴ്ച കൊണ്ട് സുഖമായില്ല. 4 ആഴ്ചയും കഴിഞ്ഞ് 2ാമത്തെ മാസത്തിലേക്ക് കടക്കുമ്പോഴാണ് അന്ന് ഏരൂർ ഉസ്താദ് ടെലിഫോൺ ചെയ്തിട്ട് പറയുന്നു, ഞങ്ങളുടെ നാട്ടിൽ 2 ദിവസം, ഏരൂര് എന്ന് പറയുന്ന കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലത്തിന്റെ പേരാണ്, ഞങ്ങളുടെ നാട്ടിലൊരു നിങ്ങൾ എന്ത് വേണം, ഒരു 2 ദിവസം ഒക്ടോബർ 5-നും 6-നും പരിപാടി അവതരിപ്പിക്കണം. ഞാൻ പറഞ്ഞു, ഉസ്താദേ, ഞാൻ 1 മാസമായി ജുമുഅക്ക് പോലും പോകാൻ വയ്യ, എന്റെ കാലിന്റെ പെരുവരലിന് ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. ഉസ്താദ് പറഞ്ഞു, ഞങ്ങള് ബദരീങ്ങളെ മദ്ഹ് പറയുന്ന ആളല്ലേ, അങ്ങനെ 14 ശുഹദാക്കളെ പേര് ചൊല്ലാൻ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ ഉസ്താദായ ശൈഖുനാ നാലകത്ത് മരക്കാര് മുസ്ലിയാരി ക്രോഡീകരിച്ച വരികളിലുണ്ട്, ബൈത്തിലുണ്ട്. എന്ത്? ബഹുമാനപ്പെട്ട ബദറിൽ ഷഹീദായ ശുഹദാക്കളെ പേര് അത് ചൊല്ലിയിട്ട് അന്ന് മുതൽ, അന്ന് ഉച്ച മുതൽ അസർ വരെ, മഗ്രിബ് വരെ, ഇശാ വരെ, ഉറങ്ങുന്നത് വരെ ഞാൻ എന്ത് ചെയ്തു? എന്റെ കാല് കയ്യുമ്മൽ ഇങ്ങനെ ഊതിയിട്ട് ഏരൂര് ശംസുദ്ദീൻ ഉസ്താദിന്റെ ഇജാസത്ത് പ്രകാരം ഈ കാലിന്റെ കെട്ടുമ്മലിമെല്ലാം ഒന്ന് ഇങ്ങനെ തടവിക്കൊടുത്തു. 14 ശുഹദാക്കളുടെ പേരുകൾ ബഹുമാനപ്പെട്ട മരക്കാർ ഉസ്താദിന്റെ വരികളിലുണ്ട്. ബിമനുഷ്ഹിദു ബിഉബൈദത്തിൻ വബിമിഹ്ജഇൻ വമുഅവ്വിദിൻ വകദാ ബിസ്വഫ്വാനിൻ മഇ ഔഫ വസഅദ ثم يزيد الأشجعي عنهم رضا قدوس منك إلهنا عجل بفتح منك يا رحماننا وبذي الشمالين الجري وعميرهم نجر الحمام وحارثة وعميرهم وبرافع وبعاقل بن بكيرهم عنهم رضاؤك يا سلام إلهنا عجل بفتح منك يا رحماننا ബിമുബശ്ശിരിൻ. 14ാമത്തെ ഷഹീദിന്റെ പേരാണ് മരക്കാർ ഉസ്താദ് കൊടുക്കുകയാണ്, മുബശ്ശിർ റളിയല്ലാഹു അൻഹു. 16ാമത്തെ വയസ്സിൽ ബദറിന്റെ പടക്കളത്തിൽ ഷഹീദായവരാണ്. ബിമുബശ്ശിരിൻ അവരെ പേരാണ് 14ാമത് പറയുന്നത്. 16ാമത്തെ വയസ്സിൽ ചെറിയ കുട്ടിയായ സമയത്ത്, നബിയെ, എനിക്ക് ഷഹീദാകാനുള്ള പൂതി കൊണ്ടാണ്, എന്നെ മടക്കരുത് എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ, പൊട്ടിക്കരഞ്ഞപ്പോ മുത്തുനബി ഒപ്പം കൂട്ടിയതാണ്. അവരെ പേരെന്താ? മുബശ്ശിർ റളിയല്ലാഹു അൻഹു. ബിമുബശ്ശിരിൻ قد صار كل مشهدا وبحمزة عم النبي وأسعدا وبزيد المطلوب مولى أحمدا يا مؤمن ارضى عن الجميع إلهنا عجل بفتح منك يا رحماننا. അതിന്റെ ജവാബ് അറിയുന്നവർക്ക് ചൊല്ലാം, യാ അഹ്ല ബദരിൻ കുല്ലക്കും കൂനൂ ലനാ ശുഫആ ഫീ തഹ്സീലിനാ മഅമൂലനാ ഇൻദൽ ഇലാഹിൽ ഹകീമിൽ മർജൂലനാ ശഫീഉഹുമുദ് ദാറൈൻ ഫീനാ റബ്ബനാ അജ്ജിൽ ബിഫത്ഹിൻ മിൻക യാ റഹ്മാനനാ. ഒരാഴ്ച കൊണ്ട് മുറിവ് സുഖമാകുമെന്ന് ഡോക്ടർ മുഹമ്മദ് റിഷാദ്, എന്റെ നാട്ടിന്റെ അടുത്ത് കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിലെ സർജൻ ഡോക്ടർ മുഹമ്മദ് റിഷാദ് നെടുവഞ്ചേരി, ഒരാഴ്ച കൊണ്ട് മുറിവ് സുഖമാകുമെന്ന് പറഞ്ഞു. ആഴ്ച 2, 3, 4 കഴിഞ്ഞിട്ട് സുഖമായില്ല. പിറ്റേന്ന് ശൈഖുനാ ഏരൂർ ഉസ്താദ് ചൊല്ലാൻ പറഞ്ഞു.
അന്ന് ഉച്ച മുതൽ ഉറങ്ങുന്നത് വരെ 10 മണി വരെ ഇത് ചൊല്ലിയിട്ടൂതി. പിറ്റേന്ന് രാവിലെ ഞാനും എന്റെ ഭാര്യയും കൂടി ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് ആശുപത്രിയിൽ ചെന്നപ്പോ നഴ്സന്മാര് വന്നിട്ട് എന്റെ മുറിവ് ഇങ്ങനെ വെട്ടുകയാണ്. എന്നിട്ട് ഡോക്ടർ വന്ന് നോക്കുമ്പോ പറയാണ്, പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, ഈ മുറിവ് സുഖമായിട്ടുണ്ട്, ഉണങ്ങിയിട്ടുണ്ട്, എനിക്ക് ഉറപ്പാണ്. അത് അസ്മാഉൽ ബദർ ശുഹദാക്കളെ പേര് ചൊല്ലിയതിന്റെ ഫലമാണ്. അല്ലാഹ് നമ്മളെ ഇന്നത്തെ മജ്ലിസിൽ നമ്മൾ ശുഹദാക്കളെ പേര് ചൊല്ലിയിട്ടുണ്ട്. അത് ഖബൂലാക്കണേ അല്ലാഹ്. ആമീൻ പറ. ആരെങ്കിലൊക്കെ ആമീന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും ഖബൂലാക്കണേ അല്ലാഹ്. ചൊല്ലി എല്ലാ ഗുണങ്ങൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ?